ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് പോക്കറ്റ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോസ് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഒരുപാട് XL, XXL അങ്ങനെ എല്ലാ സൈസിൻ്റെ പാൻറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീഡിയം സൈസാണ്. അപ്പോൾ ഇത് കൂടുതലും പോക്കറ്റ് വെക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പോക്കറ്റ് വെക്കുന്ന മെത്തേഡ്സ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പാൻറ്റിൻ്റെ അളവുകൾക്ക് മാത്രം ഡിഫറൻസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 4ആയിട്ട് ആദ്യം മടക്കിയിട്ട് കൊടുക്കുക. തുണി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. പിന്നെ അധികം ഒഴുക്കൻ അല്ലാത്ത ടൈപ്പ് തുണി എടുക്കുന്നതാണ് നല്ലത് പാൻറ്റിന് തയ്ക്കാനായിട്ട്. പിന്നെ നിഴലടിക്കാത്ത ടൈപ്പ് തുണി എടുക്കുന്നതും നല്ലതായിരിക്കും. ഇതിപ്പം ഒരു ചുരിദാർ സെറ്റിൻ്റെ ബോട്ടമാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പം അല്പം ഒരു 1/2 ഇഞ്ച് കുറവാണ് തുണി, അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 2.5 ഇഞ്ചാണ് ഇവിടെ ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ 2.5 ഇഞ്ച് എടുത്തു കൊടുത്തോ. ഇനി ഇവിടെ നിന്നും ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് സ്കെയിൽ കൊണ്ട് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചും 2 ഇഞ്ചും നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബെൽറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ലെങ്ത്ത് എടുത്ത് കൊടുക്കുക. ഇത് ഹൈറ്റ് അധികം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവർക്ക് 34, 35 അത്രയൊക്കെ എടുക്കാം. ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ 36, 37, 38 വരെയും നിങ്ങൾ എടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴെ നിന്നും ഒരു 2.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ മീഡിയം സൈസാണ് എടുക്കുന്നത് കേട്ടോ. മീഡിയം സ്മോളുകാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 11.5 ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. XLും XXLും ലാർജും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഐ ബട്ടൺ കാണിച്ചല്ലോ, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടുന്ന് 11.5 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ മുകളിലത്തെ 2 ബെൽറ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്യരുത്. അവിടുന്ന് തൊട്ട് താഴെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന പോലെ ഇത് മാർക്ക് ചെയ്യരുത്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 12 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ക്രോച്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ ഭാഗത്തെ വണ്ണമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് ആയാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗമാണ്. താഴ്ഭാഗത്തേത് നമുക്ക് കാലിൻ്റെ കടത്തി ഇടാൻ പറ്റുന്ന ഒരു തരത്തിൽ വണ്ണം നമുക്ക് എടുക്കുക. കുറച്ചുകൂടെ ചിലർക്ക് നല്ല പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഒരു 5.5 എടുക്കുന്നത്. അതിൻ്റെ തയ്യൽ തുമ്പ് 7 ഇഞ്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം. അത് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് തുമ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്നും ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും നിങ്ങൾ സംശയമാണെങ്കിൽ കുറച്ചേറെ തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. കസ്റ്റമറിന് ഇടുമ്പോൾ ടൈറ്റ് ആണെങ്കിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഫുള്ള് നമുക്ക് ലോക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി വേണ്ടത് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. നമുക്ക് താഴെ ചെറിയൊരു കട്ടിങ് മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 4 പീസാക്കിയാൽ മാത്രമേ ഈ ഒരു രീതി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് മാത്രമല്ല ബാക്ക് സൈഡിൽ നമ്മൾ 2.5 ഇഞ്ച് ഉയർത്തിയാണ് ചെയ്യുന്നത്. അത് ക്രോച്ച് ഏരിയയുടെ അവിടെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഭാഗത്ത് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച്, അതായത് ഈ ക്രോച്ചിൻ്റെ ഭാഗം ഏറ്റവും ടോപ്പിൽ നിന്നും ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിലേക്കും യോജിപ്പിക്കുക. ഇതേപോലെ. എന്നിട്ട് ഈ 4 പീസും ഞാനിപ്പോൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ ഇതേപോലെ. ഇനി വേണ്ടത് നമുക്ക് ബാക്ക് പീസ് മാറ്റി കൊടുക്കണം. ഈ ബാക്ക് പീസ് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മളതങ്ങ് നേരെയായിട്ട് കട്ട് ചെയ്യുകയാണ്. ബാക്കിൽ മാത്രം ഉയർത്തി നിന്നാൽ മതി. നമുക്ക് ക്രോച്ചിൻ്റെ അവിടെ ടൈറ്റ് ആകാതിരിക്കാനും നമുക്ക് താഴോട്ട് ഇങ്ങനെ ഒരു പിടുത്തം വന്ന പോലെ മേളിലേക്ക് കയറിയിരിക്കത്തില്ലേ കണ്ടോ. ഇത്രയും ഡിഫറൻസ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് വശം നേരെയും ബാക്ക് വശം 2.5 ഇഞ്ച് ഉയർത്തിയുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി താഴ്വശം ഫോൾഡ് ചെയ്ത വശമായിരുന്നതുകൊണ്ട് ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്രോച്ച് ഭാഗം ഫ്രണ്ട് വശം രണ്ടും കൂടെ ചേർത്ത് ഇതേപോലെ തയ്ക്കുക. എല്ലാ വശവും ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് വശം മുകളിലേക്ക് നമ്മൾ ഉയർത്തിയെടുത്തിട്ടുണ്ടല്ലോ, അവിടുന്ന് താഴേക്ക് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്ക് വശം
നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ പോക്കറ്റ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം പോക്കറ്റ് തിരിഞ്ഞും മറിഞ്ഞും പോകാനായിട്ട് ഒരിട വരുത്തരുത്, കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നല്ല വശമാണ്. നല്ല വശത്തിൻ്റെ ഇതായിരിക്കും റൈറ്റ് സൈഡായിട്ട് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ വെക്കുക. നിങ്ങൾക്ക് റൈറ്റോ ലെഫ്റ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം കേട്ടോ. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കണം. ഇനി വേണ്ടത് അതായത് ഫ്രണ്ട് വശം, നല്ല വശം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. റൈറ്റ് സൈഡ് ഇപ്പോൾ തയ്ക്കേണ്ട, ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് തയ്ച്ചെടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുകയാണ്. ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കൂടിയത് കേട്ടോ. കാരണം ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടി വരുമല്ലോ. ഇനി താഴെ നമുക്ക് 2.5 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ചെറിയൊരു കട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് 2 ഇഞ്ചും കൊടുക്കാം. അപ്പോൾ ഒരു 4.5 ഇഞ്ചിന് മുകളിലായിട്ട് വേണം കൊണ്ടുവന്ന് കുത്തി നിർത്തി വീണ്ടും നമ്മൾ തിരിച്ച് മുകളിലേക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ് ഏകദേശം നമ്മൾ മടക്കി കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഉയരം ഈ ഒരു 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് വരിക. അതിനുശേഷം വീണ്ടും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ മുതൽ നമുക്ക് താഴേക്ക് പോക്കറ്റ് വയ്ക്കാം. അങ്ങനെ ടോട്ടൽ ഒരു 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇത് പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആണ്, മനസ്സിലായോ? മുകൾ ഭാഗത്തുനിന്ന് 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു, അത് നമ്മൾ തയ്ക്കുകയാണ്. ഇവിടെ വരെ, എന്നിട്ട് ഇവിടെ കുത്തി നിർത്തുക, ലോക്ക് ചെയ്യുക. അതിനുശേഷം പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആയ 5 ഇഞ്ച് ഞാൻ തയ്ക്കുന്നില്ല, ഇവിടെ മുതൽ വീണ്ടും താഴേക്ക് തയ്ക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് തയ്ച്ചു, താഴ്ഭാഗത്തു നിന്നും തയ്ക്കുന്നുണ്ട്. പോക്കറ്റിൻ്റെ ആ ഓപ്പണിംഗ് 5 ഇഞ്ച് മാത്രം നമ്മൾ തയ്ക്കരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ താഴെ വരെ നമ്മൾ തയ്ച്ച് വരിക. എന്നിട്ട് താഴേന്ന് ഞാൻ പറഞ്ഞ ആ ഒരളവ് 4.5 ഇഞ്ചിന് മുകളിൽ നിർത്തി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് തയ്ക്കുക. അവിടെ വരുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ആ 5 ഇഞ്ച് വിട്ടിട്ട് ബാക്കി തയ്ക്കുക. മനസ്സിലായല്ലോ? കറക്റ്റ് ആ 5 ഇഞ്ച് വിടണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇനി ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം കേട്ടോ. അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ഇതുപോലെ പോക്കറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിപ്പോൾ നല്ല വശമാണ്, 2 തുണിയാണ്. നല്ല വശം നമ്മൾ വെച്ചു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പിന് പോകും, കണ്ടല്ലോ. അതിനുശേഷം ഇതിന് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ 5 ഇഞ്ച്, താഴേക്കും 5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, 5 ഇഞ്ച് അതാണ് നമ്മുടെ ഓപ്പണിങ്. നമ്മൾ ആ പാൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഇതിലും 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുക. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചരിച്ചത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേക അളവൊന്നും വേണ്ട. കൈ ഇങ്ങനെ ലൂസായിട്ട് കടത്തി നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ പാൻറ്റ് റോങ് സൈഡാണ് നമ്മുടെ അടുത്തേക്ക് കിടക്കുന്നത്. ഇതും അതേപോലെ തന്നെ നമുക്ക് റോങ് സൈഡ് പോലെ വെക്കുക. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ഓരോ ഭാഗവും നിങ്ങൾ അതേപോലെ വീഡിയോ നോക്കി ചെയ്യണം കേട്ടോ, തെറ്റരുത്. അപ്പോൾ ഇതും നമുക്ക് റോങ് സൈഡ് ഇട്ട് കൊടുക്കാം. കണ്ടോ, തിരിഞ്ഞും മറിഞ്ഞും പോയാൽ റൈറ്റ് സൈഡ് റോങ് സൈഡ് മാറിപ്പോകും. പിന്നെ ഈ താഴേക്കുള്ളത് പാൻറ്റിൻ്റെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ മുകളിലേക്കായി പോകും. അങ്ങനെയൊക്കെ ഒത്തിരി മിസ്റ്റേക്സ് വരും ഈ പോക്കറ്റിന്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള പോക്കറ്റ് ഞാൻ നോക്കി എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ഈ പാൻറ്റിൻ്റെ ഉള്ളിലൂടെ നല്ല വശത്തൂടെ കൈ ഇട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിലും നല്ല വശത്തേക്ക് തന്നെ വരുന്ന രീതിയിലാക്കണം. മുകളിലത്തെ പീസ് ഞാൻ അങ്ങ് മാറ്റി. എന്നിട്ട് ഈ താഴത്തെ പീസ് ഈ താഴത്തെ പീസുമായിട്ട് നമുക്ക് യോജിപ്പിക്കണം. കണ്ടല്ലോ, ഇവിടുത്തെ 5 ഇഞ്ചും മുകളിലത്തെ എല്ലാം പോക്കറ്റിൻ്റെ 5 ഇഞ്ചും എല്ലാം കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ പാൻറ്റിൻ്റെ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ആ സ്പേസിലേക്ക് ഇത് കൊണ്ടൊന്ന് വെക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് വീതി നമ്മൾ വിട്ടില്ലായിരുന്നോ, കറക്റ്റ് അതിലേക്ക് നമ്മൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തത് കൊണ്ടൊന്ന് കൃത്യമായിട്ട് ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് തയ്ച്ചെടുക്കാം. വേറെ പീസിലേക്കൊന്നും കയറി പിടിക്കരുത്. കറക്റ്റ് ആ 1/2 ഇഞ്ച് വീതി ഇതിൽ തയ്ച്ചിട്ടുണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് തയ്ച്ചു. എന്നിട്ടൊന്ന് നോക്കുക കുറച്ച് സ്പേസ് എന്തെങ്കിലും ഉണ്ടോ, കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വശത്തേക്ക് തയ്ക്കാം.
ഇനി അടുത്ത പീസ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കണ്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതിങ്ങനെ തയ്ച്ചു പിടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് തയ്ക്കാൻ പ്രയാസമാണെങ്കിൽ അത് തിരിച്ചിട്ടിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ. കൺഫ്യൂഷൻ അടിക്കണ്ട, കറക്റ്റ് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തയ്ച്ച് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒരു പീസ് അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ നിങ്ങൾ റഫായിട്ട് ഒരു തുണിയിൽ ചെയ്ത് നോക്കിയാലും മതി. ഒരു കൺഫ്യൂഷൻ പോലെ നമുക്ക് തോന്നും, നോക്കിയിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം, അപ്പം നമുക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. എന്നിട്ട് ഈ വശവും നമ്മൾ ആ 1/2 ഇഞ്ച് വീതിയിലേക്ക് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ്. വേറെ ഒന്നത്തേലും കയറി തയ്യൽ പിടിക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ഔട്ട്സൈഡ് ഇട്ട് നമ്മളൊന്ന് തയ്ക്കുക. പിന്നെ വേണേൽ നമുക്ക് ഒന്നുകൂടെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ നീങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചില്ലെങ്കിൽ പാൻറ്റിൻ്റെ അവിടെ ആ പോക്കറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ കൃത്യം 1/2 ഇഞ്ചിൽ സ്ട്രെയിറ്റായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. ഇതേപോലെ ഫുള്ള് നമ്മൾ തയ്ച്ചു. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ എന്തെങ്കിലും അപാകതയുണ്ടോ? അപ്പോൾ നേരത്തെ തയ്ച്ചത് ഒരു ഇത്തിരി കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം കുറച്ച് ഇങ്ങോട്ട് നീങ്ങാനുണ്ടെന്ന്. അത് നമ്മൾ പാൻറ്റ് ഇടുമ്പോൾ സ്ട്രെയിറ്റായിട്ട് തന്നെ അത് വരണം. അല്ലാതെ പോക്കറ്റിൻ്റെ ഭാഗത്തിങ്ങനെ തുറന്നിങ്ങനെ ഒരു വൃത്തികേടായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കറക്റ്റ് 1/2 ഇഞ്ച് നിങ്ങൾ നോക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ കൈകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തള്ളി പിടിച്ചിട്ട് തയ്ക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് കയറി തയ്യൽ വീഴും. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഫ്രണ്ട്സ്, നമ്മുടെ പോക്കറ്റ് റെഡി. ഇത്രേ പണി ഉള്ളൂ. വളരെ ഈസിയാണ് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. കണ്ടോ, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നുണ്ട്. അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല, ആ രീതിയിലായി വരും അവിടെ. എന്നിട്ട് കറക്റ്റായിട്ട് അതങ്ങോട്ട് നിവർത്തിയിട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. ഇവിടെ കൊണ്ടുവന്ന് ആ 5 ഇഞ്ചില്ലേ അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇനി ഇങ്ങോട്ട് നമ്മൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ കൂടുതൽ ഇട്ടതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്ത് തയ്ച്ച് നമ്മൾ ആ നേരത്തെ മാർക്ക് ചെയ്ത് 5 ഇഞ്ച് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഈ തയ്യൽ തുമ്പെല്ലാം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കുക. കറക്റ്റ് 5 ഇഞ്ച് കണ്ടോ, മുകളിലത്തെ ആ ഓപ്പണിങ് 5 ഇഞ്ച് നമ്മൾ കറക്റ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് തയ്ക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ പോക്കറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് കൈയൊക്കെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പതിച്ചുകൂടെ തയ്ക്കാം കേട്ടോ, ഉള്ളിൽ അറിയാത്ത രീതിയിൽ. അതിപ്പോൾ ഞാൻ പതിച്ച് തയ്ച്ചില്ല, പിന്നീട് ഞാനത് പതിച്ച് തയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് പതിച്ച് തയ്ച്ചാൽ മതി, അല്ലെങ്കിൽ അയൺ ചെയ്താലും മതി കണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോക്കറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കും നമ്മൾ പതിച്ച് തയ്ക്കുമ്പോൾ. അത് നമുക്ക് കൈയിട്ട് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നല്ല അടിപൊളി പോക്കറ്റാണ്. ഇതേപോലെ നമുക്ക് ഫോണും അത്യാവശ്യം എല്ലാ സാധനവും വെക്കാൻ പറ്റുന്ന കുറച്ച് വലിയ ടൈപ്പ് പോക്കറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോക്കറ്റിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ചെയ്തെടുക്കുക. കാരണം വെയിറ്റുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ പോക്കറ്റ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു 2-3 സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ലോക്ക് ചെയ്താണെങ്കിലും ഇങ്ങനെ ചുറ്റും ലോക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ തയ്യൽ തുമ്പ് എന്തെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ അത്രയും വേണ്ടാന്ന് വിചാരിച്ചു ഒരു 1/2 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പം പാൻറ്റ് ഫുള്ളായിട്ട് തയ്ക്കുന്നത് ഞാനങ്ങ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോക്കറ്റ് മാത്രം വേണ്ടവരാണെങ്കിൽ ആ ഭാഗം മാത്രം കണ്ടിട്ട് ബാക്കി നിങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇത് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഇവിടെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ പിടിക്കുക. കണ്ടോ, 2 വശത്തേക്കും ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് ഒരു വശം ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ഭാഗം തയ്ക്കുന്നത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടൺ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അത് കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് ഈ വശവും തയ്ക്കുക.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. സാധാരണ പാൻറ്റുകൾ നമ്മൾ ഫ്രണ്ട് ബെൽറ്റും ബാക്കിൽ എലാസ്റ്റിക്കും പിന്നെ 2.5 ഇഞ്ച് വീതി കൂട്ടിയും ഒക്കെ തയ്ക്കുമ്പോൾ ആകെ കൺഫ്യൂഷനാവും. സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും നമ്മൾ സമയമില്ലല്ലോ നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ഒക്കെ തയ്ച്ചെടുക്കാൻ. പക്ഷേ ഇതാണെങ്കിൽ വളരെ സിമ്പിളാണ് തയ്ച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് പോക്കറ്റും വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ചെടുക്കാം. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇടാനും പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരം ഈ ഒരു രീതിയിലാണ് തയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. കോർണർ ഭാഗമെല്ലാം നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ തയ്ച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇത് തയ്ക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഒട്ടും തന്നെ മനസ്സിലാകത്തില്ല. കാരണം ഇത് അകത്ത് ആദ്യം തയ്ച്ച് പിന്നെ തിരിച്ചൊക്കെ ഇടുമ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതായത് 1/2 ഇഞ്ച് നമ്മൾ പതിച്ച് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ താഴ്വശം റെഡിയായി. പിന്നെ ഇനി ഷേപ്പ് ചെയ്യുകയാണ്. ക്രോച്ചിൻ്റെ ഭാഗം ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 2 മാർക്കിങ്ങേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്രോച്ച് ഏരിയയിൽ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുത്തെ വണ്ണം നിങ്ങൾക്ക് 9 ഇഞ്ച് എടുത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വണ്ണം അനുസരിച്ചിട്ട് 10 ഇഞ്ച്, അത് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി ടൈറ്റായിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് നല്ലതല്ല. മുട്ടിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും ക്രമേണ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് ലൂസ് ഇട്ട് വേണം നിങ്ങൾ എപ്പോഴും ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ മുട്ടിൻ്റെ ഭാഗം എപ്പോഴും കുറച്ച് ലൂസ് ഇട്ട് വേണം ചെയ്യാൻ. അതുമാത്രമല്ല നമുക്ക് തുണി പെട്ടെന്ന് തന്നെ കീറിപ്പോകും, കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ലൂസ് ഇട്ട് തയ്ക്കുക. അപ്പോൾ താഴ്വശം ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഈ 9ലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് മുകളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ. എപ്പോഴും കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്കിത് കറക്റ്റ് ആവുമെന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് അടുത്ത വശവും അതേപോലെ തന്നെ നമ്മൾ പകർത്തി മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ നല്ല ടൈറ്റായിരുന്നു തയ്ക്കുന്നത്. അപ്പം കാൽമുട്ടിന് പിന്നീട് നല്ല സ്ട്രെയിൻ ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഫുള്ള് നല്ല ലൂസിലാണ് തയ്ക്കുന്നത്. താഴ്ഭാഗം മാത്രം നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം കാണുമ്പോൾ നല്ല രസവുമാണ്, നമുക്ക് സ്ട്രെയിനും ആകത്തില്ല. കാരണം ഒരുപാട് സമയം നമ്മളിരുന്ന് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോഴും പിന്നെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഭാഗം തിരിച്ചും മറിച്ചും വയ്ക്കുക കേട്ടോ തയ്യൽ തുമ്പ്. എന്നിട്ട് ബാക്കി അതേപോലെ തന്നെ നമ്മൾ തയ്ക്കുക. എന്നിട്ട് താഴ്വശം ഒരു പകുതി ആകുമ്പോൾ തന്നെ നേരത്തെ ഇങ്ങനെ പിടിച്ചേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഏറ്റക്കുറിച്ചിലുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചു. എന്നിട്ട് എന്തെങ്കിലും തുമ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഫുള്ള് ലോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇച്ചിരി ടൈറ്റായിട്ട് നമ്മൾ പാൻറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതല്ല ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അഴിഞ്ഞു പോകാത്ത തരം പാൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യേണ്ട അത്യാവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ വശവും ലോക്ക് ചെയ്യണം. എന്നിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ഒരു പീസ് വെക്കണം കേട്ടോ. ബാക്ക് സൈഡ് ഫ്രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പീസ് ബാക്കിൽ തയ്ച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ബെൽറ്റ് വെക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കുകയാണ്. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ചുറ്റും തയ്ച്ചെടുക്കാം. ബാക്ക് വശം വരുമ്പോൾ കറക്റ്റ് നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ചുളിവ് വരുമ്പോൾ 2 വശത്തും നമുക്ക് ചെറിയൊരു ഞൊറിച്ചിൽ ഇതേപോലെ ഒരു ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ചെറിയൊരു നമ്മളവിടെ മുകളിലോട്ട് ഉയർത്തിയല്ലേ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു ചുളുക്കം പോലെ വരും. അത് നിങ്ങൾ 2 വശത്തും ബാക്കിൻ്റെ 2 വശത്തും ചെറിയൊരു ഫ്ലീറ്റ് പോലെ ഇട്ട് കൊടുത്താൽ മതി, അത് കറക്റ്റാവും. ബാക്കി എല്ലാ ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചു കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് ഓപ്പണിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുവഴി നമുക്ക് എലാസ്റ്റിക് കടത്തിയെടുക്കണം. എലാസ്റ്റിക് ഞാനിപ്പോൾ 31 എടുത്തിരിക്കുന്നത്. കറക്റ്റ് അരവെണ്ണത്തിനേക്കാളും ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ചിലർക്ക് നല്ല ടൈറ്റ് വേണം, ചിലർക്ക് നല്ല ലൂസ് വേണം. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ചൊക്കെ കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ തുമ്പിന് ഒരു പിൻ കുത്തിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കാം. അപ്പോൾ ഇത് വളഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് ഫുള്ള് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇത് കടത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്ന് മാറ്റിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കണം. 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് പതിച്ചൂടെ തയ്ക്കണം. പതിച്ചൂടെ തയ്ക്കും, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുമ്പിന് കൊള്ളും ദേഹത്തേക്ക്.
അപ്പോൾ ഇതിങ്ങനെ പതിച്ചുകൂടെ തയ്ച്ചു. ഇനി ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇത് വലിച്ചിട്ട് കൊടുക്കണം. ഫുള്ള് ഇത് ഉള്ളിലേക്ക് കടത്തി വലിച്ചിട്ടിട്ട് ഈ ഒരു ഓപ്പണിംഗ് ഭാഗം നമുക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ആ ഓപ്പണിംഗ് ഭാഗം തയ്ച്ചു. അതല്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ എലാസ്റ്റിക് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇത് വേണമെന്നുള്ളവർ ചെയ്താൽ മതി, ചെയ്യുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് വലിച്ചു പിടിക്കുക, ചുളിവുണ്ടാവരുത്. നന്നായിട്ട് ഫുള്ള് വലിച്ച് പിടിച്ച് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഭാഗത്തെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഫുള്ളായിട്ട് വലിച്ചു പിടിച്ച് തയ്ച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തയ്ച്ച പാൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയേക്കുന്നത്. താഴ്വശം ചെറിയ കട്ടിങ് ഉണ്ട്, കണ്ടോ. ഇനി നമുക്ക് പോക്കറ്റ് ഒന്ന് നോക്കാം. പോക്കറ്റ് ഇതേപോലെ കണ്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയില്ല, അത്ര നീറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഏകദേശം ഇത്ര ഒരു ലെങ്ത്തിന് നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മൊബൈൽ ഫോണും ഒക്കെ ഇടാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പത്തിൽ വേണം ചെയ്യാനായിട്ട്. തീരെ ചെറുതാണെങ്കിൽ നമുക്കതുകൊണ്ട് യൂസ് ഉണ്ടാകത്തില്ല. പിന്നെ പാൻറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഇത് മുകളിലേക്ക് ഉയർന്നിരിക്കും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടാഗ് വെച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്, എങ്കിലേ ബാക്ക് സൈഡ് അറിയാനായിട്ട് പറ്റൂ. അതല്ലെങ്കിൽ റൈറ്റ് സൈഡാണ് പോക്കറ്റ് എന്ന് പറഞ്ഞു കൊടുത്താലും മതി. പക്ഷേ പോക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്.